മഴക്കെടുതിയിൽ പ്രവർത്തനം തടസ്സപ്പെട്ട ദുബായ് വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം ഇന്നത്തോടെ പൂർവ്വസ്ഥിതിയിലാകുമെന്നാണ് വിമാനത്താവള അധികൃതർ പറയുന്നത്. യാത്ര ഉറപ്പായവർ മാത്രം എയർപോർട്ടിൽ എത്തിയാൽ മതിയെന്നാണ് നിലവിലുള്ള നിർദ്ദേശം. ഷാർജയിലും പരിസര പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുന്നുവെന്നും ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ദുബൈയിൽ നിന്ന് അരുൺ പാറാട്ട് തത്സമയം ചേരുന്നു. അരുൺ, യഥാർത്ഥത്തിൽ പൂർണ്ണമായും വെള്ളക്കെട്ടിൽ നിന്ന് ദുബായ് എയർപോർട്ട് രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റെവിടെയെങ്കിലും ഇപ്പോൾ ഈ ഷാർജ അല്ലാതെ മറ്റെവിടെയെങ്കിലും സ്ഥലത്ത് വെള്ളക്കെട്ട് ബാക്കി നിൽക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. മഴയെ തുടർന്ന് വിവിധ ഇടങ്ങളിൽ ഇപ്പോഴും വെള്ളം കെട്ട് തുടരുകയാണ്. ഇത് നീക്കം ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് യുഎഇയിൽ എങ്ങും നടക്കുന്നത്. രാജ്യത്തെ മിക്ക റോഡുകളിലും ഇപ്പോഴും മഴവെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ ഏറ്റവും പ്രതിസന്ധിയും ദുരിതവും അനുഭവപ്പെടുന്നത് ഷാർജയിലാണ്. ഷാർജയിൽ 4 ദിവസമായിട്ടും പലയിടത്തും ഇപ്പോഴും വെള്ളക്കെട്ട് ഇറങ്ങിയിട്ടില്ല. പല റോഡുകളിലും ചുറ്റുമുള്ള കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർക്ക് പുറത്തിറങ്ങാൻ പോലും ആകാത്ത ഒരു സ്ഥിതിയുണ്ട്. ഇവിടെയുള്ള കടകളിലെല്ലാം തന്നെ വെള്ളം കയറി സാധനങ്ങൾ ഉൾപ്പെടെ നശിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കാറുകൾ വെള്ളം കയറി നശിച്ച അവസ്ഥയിലാണ്. അത്തരത്തിലുള്ള പ്രതിസന്ധി തന്നെയാണ് ഇവിടെ ഉള്ളത്. പല കെട്ടിടങ്ങളിലും വൈദ്യുതി, ഇന്റർനെറ്റ് ഉൾപ്പെടെ കട്ടായിട്ടുണ്ട്. ഇത് പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. ഷാർജയിൽ അൽ കാസ്മിയ, അൽ വാഹിദ എന്നിവിടങ്ങളിലെല്ലാം ഇപ്പോഴും വെള്ളം ഇറങ്ങാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. നിരവധി മലയാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. എന്തായാലും ഇന്ന് ഈ സ്ഥിതിഗതികൾക്കെല്ലാം മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ പ്രതിസന്ധി സമയത്ത് ഒക്കെ നമ്മൾ എടുത്തു പറയേണ്ടത് മലയാളികളുടെ നേതൃത്വത്തിലുള്ള വിവിധ കൂട്ടായ്മകൾ ചെയ്യുന്ന സേവനത്തെ കുറിച്ചാണ്. മഴ പ്രതിസന്ധി രൂക്ഷമായി തുടങ്ങിയപ്പോൾ മുതൽ ആവശ്യക്കാർക്ക് ഈ ഭക്ഷണം എത്തിച്ചും വൈദ്യസഹായം എത്തിച്ചും മലയാളികളും ഒന്നിച്ചു നിൽക്കുകയാണ്. എന്തായാലും ഇന്നിപ്പോൾ എയർപോർട്ടിന്റെ പ്രവർത്തനം ഇന്നിപ്പോൾ പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 4 ദിവസമായി വലിയ തോതിൽ തന്നെ ഈ പ്രവർത്തനങ്ങൾ ബാധിച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു അരുൺ പാറാട്ട്.